വൈദ്യുതി കണ്ടുപിടിച്ച കാലം മുതൽക്ക് തന്നെ വൈദ്യുതിയെ പോർട്ടബിൾ ആക്കുക അല്ലെങ്കിൽ വൈദ്യുതിയെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹവും ആവശ്യവും മനുഷ്യനുണ്ടായി. അങ്ങനെയാണ് മനുഷ്യൻ ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് വന്നത്. എന്താണ് ബാറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. നമുക്ക് ബാറ്ററി റീചാർജബിൾ ബാറ്ററിയും നോർമൽ ബാറ്ററീസും അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് ബാറ്ററീസ് നമുക്ക് പരിചയപ്പെടാം. എല്ലാ ബാറ്ററിയുടെയും ബേസിക് കെമിസ്ട്രി നമുക്ക് ഒരുപോലെ തന്നെയാണ്. ഒരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു സെപ്പറേറ്റർ. ഇത്രയാണ് ഒരുപാട് എല്ലാ ബാറ്ററികളിലും വരുന്നത്. പിന്നെ എന്താണ് ഓരോ ബാറ്ററിയിലെ മാറ്റം എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആനോഡിന്റെയും കാഥോഡിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും ഒക്കെ കെമിക്കൽ കോമ്പിനേഷനുള്ള വ്യത്യാസം അല്ലെങ്കിൽ കെമിക്കൽസിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മെറ്റൽസിലുള്ള വ്യത്യാസമാണ് ഓരോ ബാറ്ററിയും വേറിട്ടതാക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ ബാറ്ററി ലോകം മൊത്തം ബാറ്ററിയുടെ പുറകെ, ബാറ്ററി റിസർച്ചിന്റെ പുറകെയാണ്. എന്തിനാണ് ബാറ്ററി റിസർച്ച് ചെയ്യുന്ന പുതിയ പുതിയ റിസർച്ച്? ബാറ്ററിയിൽ ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ പുതിയ ബാറ്ററികൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ബാറ്ററികൾ നമുക്കറിയാം. ആൽക്കലൈൻ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, നിക്കൽ ഓക്സൈഡ് ബാറ്ററി, ഇങ്ങനെ ഒരുപാട് ബാറ്ററി കെമിസ്ട്രികൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി. അതുപോലെ നമ്മൾ എന്തിനാണ് ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററീസ്, ലിഥിയം കോമ്പിനേഷനുള്ള ബാറ്ററീസ് ഇത്രയും പോപ്പുലർ ആയത്, വെഹിക്കിളിലേക്ക് വന്നത്? അതായത് എനർജി ഡെൻസിറ്റി കൊണ്ടാണ്. ലോകത്തെ സയന്റിസ്റ്റ് മൊത്തം എന്തിനാണ് ഈ ബാറ്ററികൾ ഇന്നും റിസർച്ച് ചെയ്യുന്നത്? അത് ഒരു കാരണത്തിനായിട്ടാണ്. ബാറ്ററിയിൽ എനർജി ഡെൻസിറ്റി കൊണ്ടുവരിക, അതായത് ചെറിയൊരു പോർഷനിൽ നിന്ന് മാക്സിമം എനർജി. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന 100 Ah ബാറ്ററി ഉണ്ട്, 100 Ah ബാറ്ററി ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി അതിന് 4 സൈസും 4 വെയിറ്റ് ഉള്ളൂ. അതാണ് എനർജി ഡെൻസിറ്റി. ഒരു ചെറിയ പോർഷനിൽ നിന്ന് മാക്സിമം എനർജി. ഇത്രയും കാലം പല കെമിസ്ട്രികൾ ബാറ്ററിയിൽ കൊണ്ടുവന്നെങ്കിലും ഏറ്റവും സക്സസ് ആയി, ഇത്രയും കാലം കൊണ്ടുവന്നതിൽ വളരെ സക്സസ് ആയ ഒരു കെമിസ്ട്രി ആയിരുന്നു ലിഥിയം കെമിസ്ട്രി. ലിഥിയം കെമിസ്ട്രിയിൽ ലിഥിയം അയൺ, ലിഥിയം ഫെറോഫോസ്ഫേറ്റ്, ലിഥിയം ടൈറ്റനേറ്റ് പല കോമ്പിനേഷൻസും വരാറുണ്ട്. എല്ലാ ബാറ്ററിയുടെയും ലെഡ് ആസിഡ് എടുത്താലും ലിഥിയം എടുത്താലും ലിഥിയം ഫോസ്ഫേറ്റ്, ടൈറ്റനേറ്റ് എടുത്താലും എല്ലാ ബാറ്ററി, ഓൾമോസ്റ്റ് എല്ലാ ബാറ്ററിയുടെയും ഘടന ഒന്ന് തന്നെയാണ്. ഒരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു സെപ്പറേറ്റർ. ഇത്രയാണ് ഒരുപാട് എല്ലാ ബാറ്ററിയുടെയും ബേസിക് സ്ട്രക്ചർ. പിന്നെ എന്താണ് ബാറ്ററിയിൽ വരുന്ന വ്യത്യാസം? ഇതിൽ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും സെപ്പറേറ്റർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽസിന്റെ അല്ലെങ്കിൽ കെമിക്കൽ ഐറ്റംസിന്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഓരോ ബാറ്ററിയിലും ഈ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിൽ നന്നായിട്ട് വിറ്റുപോകുന്ന ഒരു കാറാണ് BYD. അതിൽ യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററീസ് ഒക്കെ തന്നെയാണ്. പക്ഷേ മറ്റുള്ള കാറിനെ കഴിഞ്ഞും എന്താണ് വ്യത്യാസം? മറ്റുള്ള കാറിൽ ടാറ്റ എടുത്തു കഴിഞ്ഞാലും NG ഹെക്ടർ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതേ കെമിസ്ട്രി, ലിഥിയം അയൺ ആണെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ കോമ്പിനേഷനുള്ള വ്യത്യാസമാണ് ബാറ്ററിക്ക് ലൈഫും പെർഫോമൻസും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവാനും ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടുന്നത്. നിങ്ങളെ കൊണ്ടുപോകുന്ന ലിഥിയം ബാറ്ററിയുടെ ക്ലാസ്സിലേക്കാണ്. ലിഥിയം ബാറ്ററി എങ്ങനെ സർവീസ് ചെയ്യാം, ഒരു ലിഥിയം ബാറ്ററി പാക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുക. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക. നമ്മളുടെ റിസർച്ചാണ് നമ്മളെ കൂടുതൽ കൂടുതൽ അറിവുകളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗുരുവിന് ഒരിക്കലും പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതിന്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് പറഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ആ മേഖലയിൽ നിങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ക്ലാസ് എടുക്കാം.